ചേച്ചി എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല ട്രെൻഡാണ് യു ഡി എഫിന്. ഉറപ്പായിട്ടും ഈ മാസം യു ഡി എഫ് സർക്കാർ ഈ ചാണ്ടിമൻ്റെ പ്രചരണ രീതികളൊക്കെ അവിടെ നിന്നാണെങ്കിലും കാണുന്നുണ്ടായിരുന്നല്ലോ. അതെ. എങ്ങനെയായിരുന്നു? ഒരു പേടി ചേച്ചിക്കുണ്ടായിരുന്നോ? ഒരു പേടി ഉണ്ടായിരുന്നില്ല. വളരെ വ്യത്യസ്തമായ ഒരു ശൈലിയിലാണ് ചാണ്ടി ഇത്തവണ പ്രചരണം നടത്തിയത്. അതെനിക്ക് തോന്നുന്നു വരും തലമുറയ്ക്ക് മാർഗമാക്കാൻ പറ്റുന്ന നല്ലൊരു വ്യത്യസ്തമായ രീതിയാണ്. പുതുപ്പള്ളിയുടെ മനസ്സ് തന്നെയാണോ? തീർച്ചയായിട്ടും. ഓക്കെ. ഈ സൈക്കിളിലുള്ള യാത്രയും മൊത്തത്തിലൊരു കേരളം മൊത്തത്തിലൊരു ട്രെൻഡായിട്ട് ചാണ്ടിമ്പോൾ മാറിയിരിക്കുകയാണ്. നിങ്ങൾക്ക് ഒരു അഭിമാനിക്കാൻ പറ്റുന്നൊരു കാര്യം തന്നെയാണ്. തീർച്ചയായിട്ടും വളരെയധികം അഭിമാനം തോന്നുന്നു. ഓക്കെ. ഇപ്പോൾ ദുബായിൽ നിന്നാണ് വരുന്നതെന്ന് അറിഞ്ഞു. എങ്ങനെയുണ്ട് അവിടുത്തെ യുദ്ധത്തിൻ്റെ സ്റ്റാറ്റസ് ഒക്കെ? കുഴപ്പമില്ല. ആ നാട് ഞങ്ങളെ ഏറ്റവും നല്ല രീതിയിൽ സംരക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ആ ഒരു നാട് നമ്മളെ സംരക്ഷിക്കുന്ന രീതി കണ്ടിട്ട് നമ്മൾ വളരെ സമാധാനത്തോടു കൂടിയാണ് അവിടെ താമസിക്കുന്നത്. ഈ വോട്ടിടാനായിട്ട് മാത്രം അവിടുന്ന് വന്നതാണ്? അവിടുന്ന് അതിനു വേണ്ടി മാത്രം വന്നതാണ്. ഇന്നങ്ങ് തിരിച്ചു പോവുകയും ഇന്ന് തന്നെ തിരിച്ചും പോകും. ഓക്കെ ഓക്കെ ചേച്ചി, ഓൾ ദി ബെസ്റ്റ്. എങ്ങനെയുണ്ട് ചേച്ചി മൊത്തത്തിൽ ഇലക്ഷനൊക്കെ ഇറങ്ങിയിട്ട്? വളരെ യു ഡി എഫിന് വളരെ അനുകൂലമായ ഒരു തരംഗം തന്നെ എല്ലായിടത്തും കൃത്യമായിട്ട് പ്രതിഫലിക്കുന്നുണ്ട്. കേരളത്തിലുടനീളം പ്രതിഫലിക്കുന്നുണ്ട്. അത് എൽ ഡി എഫിൻ്റെ ഭരണവിരുദ്ധ വികാരമാണ്. സാധാരണക്കാരായ ജനങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്ത സാഹചര്യം ഏതൊരു കാര്യത്തിലെടുത്ത് നോക്കിയാലും സാധാരണക്കാരന് കേരളത്തിൽ മുന്നോട്ട് പോകാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ എൽ ഡി എഫിന് വിരുദ്ധ വികാരമാണുള്ളത്. ഉറപ്പായിട്ടും വോട്ടെണ്ണുമ്പോൾ മെയ് 4-ാം തീയതി യു ഡി എഫ് ഭരണത്തിൽ വരും. ചാണ്ടി ഉമ്മൻ്റെ പ്രവർത്തനങ്ങൾ ഇപ്പോൾ പോസ്റ്ററില്ല, പിന്നെ കൊട്ടിക്കലാശമില്ല, വളരെ വ്യത്യസ്തമായ രീതിയിലായിരുന്നു ചാണ്ടിയുടെ ഇപ്രാവശ്യത്തെ ക്യാമ്പയിൻ. ടോട്ടലി ഒരു ഗ്രീൻ ക്യാമ്പയിൻ. അതിൽ ഞാനതിനെ പോസിറ്റീവായിട്ട് കാണുന്നത് അതിൻ്റെ ഗ്രീൻ ക്യാമ്പയിനിലോട്ട് ഷിഫ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ കോസ്റ്റിംഗ് കംപ്ലീറ്റ്
ചാരിറ്റി വർക്കിലേക്ക് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതൊരു നല്ലൊരു കാര്യമായതുകൊണ്ട് അതിനെ ഞാൻ വളരെ പോസിറ്റീവായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഒരു ഡിഫറെൻറ്റ് മോഡ് ഓഫ് ഒരു ന്യൂജൻ വേറൊരു ടൈപ്പ് ഓഫ് പ്രചരണ രീതി ക്യാമ്പയിനിലാണ് പോയത്. അത് വളരെയേറെ സ്വീകാര്യത ലഭിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇവിടുത്തെ വളരെ പുതുപ്പള്ളിയിൽ നമുക്ക് അതുകൊണ്ട് മാത്രമല്ല എല്ലാം കൊണ്ടും വളരെ അനുകൂലമായ സാഹചര്യമാണ്. ചാണ്ടി നല്ല ഭൂരിപക്ഷത്തിൽ വിജയിക്കും. കോൺഫിഡൻസ് തന്നെയായിരിക്കും അല്ലേ ഇങ്ങനെ ഒരു തീരുമാനത്തിന് വേണ്ടി? തന്നെ ഡെഫിനറ്റ്ലി. അല്ലെങ്കിൽ ആ ഒരു ഉറപ്പ് കാണുമല്ലോ, ജനങ്ങളിലുള്ള ആ വിശ്വാസം. അപ്പയെ ആളുകൾ എങ്ങനെ സ്വീകരിച്ചു അതുപോലെ ചാണ്ടിയെ സ്വീകരിച്ചിട്ടുണ്ട്. ആ ഒരു ഉറപ്പുള്ളത് കൊണ്ടായിരിക്കുമല്ലോ ചാണ്ടി അങ്ങനൊരു തീരുമാനത്തിലേക്ക് എത്തിയത്. അപ്പം ഉറപ്പായിട്ടും ഒരു കോൺഫിഡൻസ് തന്നെയായിരിക്കും അതിന് പുറകിലുള്ള വികാരം. ഉറപ്പായിട്ടും ചാണ്ടി നല്ല ഭൂരിപക്ഷത്തിൽ വിജയിക്കും. ഒരുപാട് വീടുകളിൽ കയറി ഇറങ്ങുന്ന വീഡിയോകളൊക്കെ പുറത്ത് വന്നിട്ടുണ്ട്. എന്താണ് ഇപ്രാവശ്യം അങ്ങനെ ഒരു ക്യാമ്പയിൻ ഇറങ്ങാൻ തീരുമാനിച്ചത്? എൻ്റെ കാര്യമാണോ? ഞാൻ അപ്പയുണ്ടായിരുന്ന കാലത്ത് അപ്പയ്ക്ക് മാത്രമേ പോയിട്ടുള്ളൂ. അപ്പ മരിച്ചതിന് ശേഷം തുടർന്ന് വന്ന ചാണ്ടിയുടെ ഉപതെരഞ്ഞെടുപ്പിലും പാർലമെൻറ്റ് ഇലക്ഷനും ഒക്കെ ഇതുപോലെ തന്നെ പോയതാണ്. പക്ഷേ ഇപ്രാവശ്യം ഈ അസംബ്ലി ഇലക്ഷൻ വന്നപ്പോൾ കുറേ ശ്രദ്ധ എൻ്റെ ക്യാമ്പയിന് ശ്രദ്ധ കിട്ടി എന്നേ ഉള്ളൂ. 14 ജില്ലകളിലും, തിരുവനന്തപുരം തൊട്ട് കാസർഗോഡ് വരെ 14 ജില്ലകളിലും 71 മണ്ഡലങ്ങളിൽ പോകാൻ സാധിച്ചു. അത് എവിടെ പോയിട്ടും വളരെയേറെ അപ്പയുടെ ഒരു സ്വീകാര്യത ജനങ്ങളുടെ ഇടയിൽ ഇപ്പോഴും അപ്പ ജീവിക്കുന്നു എന്നുള്ള, അവരുടെ ഹൃദയങ്ങളിൽ ജീവിക്കുന്നു എന്നൊരു ഫീലിംഗാണ് ഏത് മണ്ഡലത്തിൽ ചെന്നപ്പോഴും ലഭിച്ചത്. അപ്പം അത് നമുക്ക് അപ്പയില്ലാത്ത ആദ്യത്തെ ഇലക്ഷൻ ആയതുകൊണ്ട് ഒരുപാട് മണ്ഡലങ്ങളിൽ നിന്ന് ഒരുപാട് കാൻഡിഡേറ്റ്സ് വിളിച്ചു. അങ്ങനെ തുടങ്ങിയപ്പോൾ ഓരോരുത്തർ വിളിച്ച് അതങ്ങ് തുടർന്ന് 14 ജില്ലയിലുമായി ഇത്രയും സ്ഥലത്ത് പോകാൻ സാധിച്ചു. പക്ഷേ അങ്ങനെ ട്രാവൽ ചെയ്തപ്പം ഒരുപാട് ആളുകളെ പരിചയപ്പെടാനും അപ്പ ഇപ്പം എൻ്റെ മനസ്സിൽ നേരത്തെ ഉണ്ടായാലും അപ്പ എങ്ങനെ ആളുകളുടെ ഹൃദയത്തിൽ കയറി എന്നുള്ള ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനും സാധിച്ചു. ഓക്കെ.